ഇറാൻ അതിർത്തിയിൽ തകർന്നടിഞ്ഞ അമേരിക്കൻ അപ്പാച്ചെ ഹെലികോപ്റ്റർ. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. തന്ത്രപരമായി അതിപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന് സമീപം അമേരിക്കൻ സൈന്യത്തിന്റെ അതിശക്തമായ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അമേരിക്ക തങ്ങളുടെ സൈനിക ആധിപത്യം ഉറപ്പിക്കാൻ അത്യാധുനിക യുദ്ധവിമാനങ്ങളും അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും വിന്യസിക്കുമ്പോൾ, മറുഭാഗത്ത് ഇറാന്റെ ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ അമേരിക്കൻ ശക്തികൾക്ക് പതറേണ്ടി വരുന്നു എന്ന തരത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ പുറത്തുവരുന്നത്. അമേരിക്കൻ പ്രകോപനങ്ങൾക്കെതിരെ ഇറാൻ ഉയർത്തുന്ന കടുത്ത വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ഈ അത്യാധുനിക കോമ്പാക്ട് മെഷീന്റെ തകർച്ച തന്ത്രപരമായ യുദ്ധമുഖത്ത് ഇറാന്റെ സ്വാധീനം വ്യക്തമാക്കുന്ന ഒന്നായി മാറുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ഫലപ്രദമായ ഉപരോധത്തെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും MQ-9 റീപ്പർ ഡ്രോണുകളും F-35 യുദ്ധവിമാനങ്ങളും അടങ്ങുന്ന വൻ സന്നാഹം മേഖലയിൽ വിന്യസിച്ചത്. വാണിജ്യ കപ്പൽ ഗതാഗതത്തെ പോലും നിയന്ത്രിക്കാൻ തക്കവണ്ണം ഇറാൻ ഈ മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ ഈ ശക്തമായ പ്രതിരോധ കോട്ട തകർക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിനിടയിലാണ് ശത്രുക്കളെ ഭയപ്പെടുത്താൻ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന പ്രധാന ആയുധമായ അപ്പാച്ചെ ഹെലികോപ്റ്റർ തന്നെ തകർന്നു വീണത്. ഇറാന്റെ മുന്നിൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ തളർന്നു വീഴുന്നതിന്റെ പ്രതീകമായി ഈ സംഭവം വിലയിരുത്തപ്പെടുന്നു. ഏപ്രിൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശനം അമേരിക്ക നിയന്ത്രിച്ചതിന് പ്രതികാരമായാണ് ഇറാൻ ഈ തന്ത്രപ്രധാനമായ ഉപരോധം കടുപ്പിച്ചത്. യുദ്ധചരിത്രത്തിലെ വിപ്ലവകരമായ ഒരു സംഭവ വികാസമായും കനത്ത ആക്രമണങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു പറക്കുന്ന ടാങ്കായുമാണ് അമേരിക്കൻ സൈന്യം അപ്പാച്ചെ ഹെലികോപ്റ്ററുകളെ വിശേഷിപ്പിക്കുന്നത്. പകലും രാത്രിയും ഏത് ഭയാനകമായ കാലാവസ്ഥയിലും കൃത്യതയോടെ ലക്ഷ്യങ്ങളിൽ ആഞ്ഞടിക്കാൻ ഇതിന് കഴിയും. എന്നാൽ ഇത്രയും മാരകമായ ഒരു യുദ്ധയന്ത്രത്തിന് പോലും ഇറാന്റെ ശക്തമായ സാന്നിധ്യമുള്ള ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷിതമായി പറക്കാൻ സാധിച്ചില്ല എന്നത് അമേരിക്കൻ സൈന്യത്തിന് കടുത്ത തിരിച്ചടിയാണ്. അടിസ്ഥാനപരമായി മറ്റേതൊരു ഹെലികോപ്റ്ററിനെയും പോലെയാണ് അപ്പാച്ചെയും പ്രവർത്തിക്കുന്നത്. വായുവിലൂടെ വേഗത കൈവരിക്കുമ്പോൾ ലിഫ്റ്റ് സൃഷ്ടിക്കുന്ന എയർഫോയിൽ രൂപത്തിലുള്ള ബ്ലേഡുകളാണ് ഇതിലുള്ളത്. ഹെലികോപ്റ്ററിന്റെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രധാന റോട്ടർ 420 അടി ബ്ലേഡുകളെയാണ് കറക്കുന്നത്. പൈലറ്റ് ഒരു സ്വാഷ് പ്ലേറ്റ് സംവിധാനം ക്രമീകരിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിന്റെ ലിഫ്റ്റും ദിശയും നിയന്ത്രിക്കുന്നു. എല്ലാ ബ്ലേഡുകൾക്കും തുല്യമായി പിച്ച് ക്രമീകരിക്കുന്ന ഹെലികോപ്റ്ററിന് നേരെ മുകളിലേക്കും താഴേക്കും ഉയർത്താൻ സഹായിക്കുന്നു. പ്രധാന റോട്ടർ കറങ്ങുമ്പോൾ ഹെലികോപ്റ്ററിൽ ഉണ്ടാകുന്ന ഭ്രമണബലത്തെ പ്രതിരോധിക്കുന്ന ഇതിന്റെ ഇരട്ട ടെയിൽ റോട്ടുകളാണ്. ടെയിൽ ബൂമിനെ എതിർദിശയിലേക്ക് തള്ളിക്കൊണ്ട് ഹെലികോപ്റ്റർ ഏത് ദിശയിലേക്കും തിരിക്കാൻ പൈലറ്റിന് ഇത് സഹായകമാകുന്നു. അപ്പാച്ചയുടെ ഏറ്റവും പുതിയ മോഡലുകളിൽ ഇരട്ട ജനറൽ ഇലക്ട്രിക് T700 GE701C ടർബോഷാഫ്റ്റ് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ഓരോന്നിനും ഏകദേശം 1700 കുതിരശക്തിയുള്ള ഈ എഞ്ചിനുകൾ റോട്ടർ അസംബ്ലിയിലേക്ക് പവർ കൈമാറുകയും സാധാരണ ഹെലികോപ്റ്ററുകളേക്കാൾ മികച്ച ചടുലത നൽകുകയും ചെയ്യുന്നു. ഓരോ ബ്ലേഡിന്റെയും കാതലായ ഘടനയിൽ സ്പാർസ് എന്നറിയപ്പെടുന്ന 5 സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിതികൾ അടങ്ങിയിരിക്കുന്നു. അവ ഫൈബർ ഗ്ലാസ് അസ്ഥികൂടത്താൽ ചുറ്റപ്പെട്ടതാണ്. ബ്ലേഡിന്റെ മുൻവശത്തെ അറ്റം ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ചതിനാൽ മരങ്ങളും മറ്റ് ചെറിയ തടസ്സങ്ങളും നേരിടാൻ ഇതിന് സാധിക്കും. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞു നോക്കാനും ആക്രമണം ഒഴിവാക്കാനും അപ്പാച്ചെകൾ നിലത്തിന്റെ രൂപരേഖകൾക്ക് തൊട്ടുമുകളിലൂടെ പറക്കാറുണ്ട്. എന്നാൽ ഇത്തരം അതിനൂതന സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇറാന്റെ പ്രതിരോധ മേഖലയ്ക്ക് മുന്നിൽ അമേരിക്കൻ ഹെലികോപ്റ്ററിന് തകർച്ച നേരിടേണ്ടി വന്നു എന്നത് ശ്രദ്ധേയമാണ്. എന്തൊക്കെയായാലും ഇത്രയും സങ്കീർണമായ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിട്ടും അമേരിക്കൻ സൈന്യത്തിന്റെ ഈ അജയ്യമായ പറക്കുന്ന ടാങ്ക് ഇറാന്റെ തന്ത്രപ്രധാനമായ അതിർത്തിക്ക് മുന്നിൽ തകർന്നു വീണു എന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ആധിപത്യത്തിന് കനത്ത മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.